നമസ്കാരം. തത്വമി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേന്ദ്ര വനിതാ കമ്മീഷൻ ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് അഞ്ജന ദേവിയാണ്. സ്വാഗതം ചെയ്യാം. നമസ്കാരം. മൊണാലിസ സംഭവമായിട്ട് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. മൊണാലിസ സംഭവമായിട്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നല്ലോ. അതിനൊരു സാഹചര്യം എന്തായിരുന്നു? ആ കേസിൽ മധ്യപ്രദേശ് സർക്കാർ ഒരു FIR ഇട്ടു. അത് ആ കല്യാണം തന്നെ വാലിഡ് അല്ല. ആ കുട്ടിയുടെ അച്ഛൻ പിന്നെ ഈ കുട്ടിക്ക് പ്രായപൂർത്തി ആയിട്ടില്ല എന്നൊരു കാര്യം നേരത്തെ തന്നെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞതാണ്. ഈ ഒരു കല്യാണം നടക്കാൻ പോകുന്നു എന്ന സാഹചര്യം വന്ന സമയത്ത് തന്നെ അദ്ദേഹം എല്ലാവരുടെയും അടുത്ത് പറഞ്ഞതാണ്, ഈ കുട്ടി ചെറിയ കുട്ടിയാണ്, 2009 ഡിസംബറിലാണ് അവൾ ജനിച്ചത്, അവൾക്ക് 16 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ള ഒരു സംഗതി അദ്ദേഹം എല്ലാവരോടും പറഞ്ഞിരുന്നതാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനെ ഒന്നും കണക്കിലെടുക്കാതെയാണ് വളരെ ധൃതി പിടിച്ച് കേരളത്തിൽ ആ കുട്ടിയുടെ കല്യാണം നമ്മൾ നടത്തി കൊടുത്തത്. ആരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത്? നമ്മൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ശിവൻകുട്ടി, അതുപോലെ തന്നെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ, അതുപോലെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് A റഹീം. നമ്മൾ ആലോചിച്ച് നോക്കൂ. അതായത് ഇവരാരും പിന്നെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിവരമില്ലാത്തവരല്ലല്ലോ. പൊതുസമൂഹത്തിൽ എത്രയോ വർഷങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരല്ലേ. ഇവർക്ക് സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ലേ. അപ്പോൾ അതൊന്നും അറിയാതെ അവരിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് പുറകിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. കാരണം ഈ പെൺകുട്ടി ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. പയ്യൻ ഹിന്ദു അല്ല, മുസ്ലിമാണ്. അപ്പോൾ ഒരു അമ്പലത്തിൽ കൊണ്ടുവന്ന് വെച്ച് വിവാഹം നടത്തിയാൽ ആ വിവാഹത്തിന് യാതൊരു തരത്തിലുള്ള ലീഗൽ സാങ്ക്ടിറ്റിയും ഇല്ല എന്ന് ഇവർക്കാരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളവരല്ല. ഇതൊരു ഇൻ്റർ കാസ്റ്റ് മാരേജ് അല്ല, ഇതൊരു ഇൻ്റർ റിലീജിയസ് മാരേജ് ആണ്. ഈ ഇൻ്റർ റിലീജിയസ് മാരേജിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് ഉണ്ട്. ആ സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ പ്രൊസീജിയർ അനുസരിച്ചാണ് ഈ വിവാഹം നടക്കേണ്ടിയിരുന്നത്. അതിൻ്റെ സെക്ഷൻ അനുസരിച്ച് നോട്ടീസ് അയക്കണം. ആ നോട്ടീസിൽ ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്നറിയണം. അങ്ങനെ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ മാരേജ് ഓഫീസർക്ക് ആ ഒബ്ജക്ഷനെ മുൻനിർത്തി ഈ കല്യാണം സോളംനൈസ് ചെയ്യാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ കുംഭമേള ഫെയിം പെൺകുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്നും തിരിച്ചറിയാതെ അല്ല ഇവർ 3 പേരും ഇതിൽ വളരെ സജീവമായിട്ട് ഇടപെട്ടതും. ഇതൊരു ട്രാപ്പായിരുന്നു. അതായത് പിന്നെ കേരളത്തിൻ്റെ സക്സസ്ഫുൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഈ കല്യാണം. അപ്പോൾ അതുകൊണ്ട് ഇവർ 3 പേരും ഈ പ്രതിപട്ടികയിൽ വരേണ്ടവരാണ്. ഇവർക്കെതിരെ അന്വേഷണം നടക്കണം. അവരുടെ ഇതിലുള്ള എന്താണ് ഇവർക്കിതിനകത്തുള്ള എന്താണ് ഇവരിതിൽ ചെയ്തത് എന്നത് പൊതുസമൂഹം അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് അത്തരമൊരു കേസ് ഇവരെയും കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മധ്യപ്രദേശ് സർക്കാരിനെ സമീപിച്ചത്. വളരെ പിന്നെ എന്താ പറയുക, സന്തോഷം തരുന്ന നിലപാടാണ് അവിടെ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, A റഹീമിനൊക്കെ ഇതൊട്ട് വ്യക്തമായ ധാരണയിലുണ്ട്. കാരണം പുള്ളി ഈ രീതിയിൽ വിവാഹം കഴിച്ച ഒരാളാണ്. അതെ, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. കാരണം അവർ ഇത്തരത്തിൽ വിവാഹിതരായവരാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിന്ദു മതത്തിൽ പെട്ട പെൺകുട്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് അറിയില്ല എന്ന്, അല്ലെങ്കിൽ തന്നെ ഒരു പൊതുപ്രവർത്തകനല്ലേ, ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം ഇഗ്നറൻസ് ഓഫ് ലോ അല്ല, ഇത് വളരെ പ്ലാൻഡ് ആണ്. ഇതൊരു കോൺസ്പിറസി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ കോൺസ്പിറസി പൊതുജനങ്ങൾ അറിയേണ്ടതല്ലേ. അത് പൊതുജന മധ്യത്തിലേക്ക് വരട്ടെ. പെൺകുട്ടിയുടെ അച്ഛൻ പരാതി കൊടുത്തത് ഒരു ട്രാപ്പ് ജിഹാദ് എന്ന തരത്തിലാണ്. അതായത് പെൺകുട്ടി ആദ്യം തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിരുന്നു. എക്സ്പ്ലോയിറ്റ് ചെയ്തതിന് ശേഷം പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയാണ് ഇത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതും. പെൺകുട്ടിയെ വീട്ടുകാരോട് പറഞ്ഞിരുന്നത് ചില സീനറി കേരളത്തിൽ ഉണ്ട്, ആ സീനറീസിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ റീച്ചാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും. കേരളത്തിൽ ഈ മട്ടാഞ്ചേരി മാഫിയൊക്കെ നമ്മുടെ കൊച്ചി ഭാഗങ്ങൾ വളരെ സജീവമാണ്. ഈ സജീവമായ ഇടത്തിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുവരികയും ഇവരുൾപ്പെടെ ഒരു പ്ലാനിങ്ങിനകത്ത് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലൊരു? അല്ല, അത് വളരെ യാഥാർത്ഥ്യമല്ലേ. നമ്മൾക്കിതിൻ്റെ അണിയറ കഥകളിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പം ഇതൊക്കെ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് 100% സത്യമാണ് എന്നതാണ് ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയെ ഞാൻ അറിയുന്നത് ഈ കുംഭമേളയിൽ ഫെയിം എന്നുള്ള രീതിയിലല്ല. അതിന് ഒരു ഏതാണ്ട് 2 വർഷത്തിന് മുൻപ് 2023 ഞാൻ ഇൻഡോറിൽ മഹേശ്വർ ഫോർട്ടിൽ വെച്ചിട്ടാണ് ഈ പെൺകുട്ടി ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അന്ന് കാണുമ്പോൾ തന്നെ നമ്മളുടെ ഒറ്റ കാഴ്ചയിൽ തന്നെ നമ്മുടെ ഹൃദയം കീഴടക്കുന്ന ഒരു പെൺകുട്ടി.
അങ്ങനെ എന്താ പറയുക, വാത്സല്യം, കുസൃതി, നമുക്കൊരു വളരെ ഇഷ്ടം തോന്നുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ നമ്മളൊരു സാധാരണക്കാരിയായ ഒരു കുട്ടിയെ കൂടെ നമ്മൾ ഓർത്തിരിക്കണ്ടല്ലോ. അപ്പോൾ അന്ന് തന്നെ ആ 2023 തന്നെ അവളുടെ കൂടെ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തു, അവളോട് ഒരുപാട് നേരം സംസാരിച്ചു. അന്ന് ഇതേപോലെ മാല വെച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പം ഞങ്ങളുടെ കൂടെ കുറേ ദൂരം നടന്നു. അവൾക്കന്ന് കേരളത്തിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പം എൻ്റെ മോളുടെക്കാൾ ചെറിയ കുട്ടി, ഒരു അത്ര വാത്സല്യം തോന്നുന്ന ഒരു മോളായിട്ടാണ് അവളെ അന്ന് ഞങ്ങൾ കണ്ടത്. 2023 കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ആ പെൺകുട്ടി അതിനുശേഷം അവൾ കുംഭമേളയിൽ വളരെ ഫേമസ് ആകുന്നു. അപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മൾ കണ്ട അന്നേ നമ്മൾ പറഞ്ഞതാണല്ലോ ഈ സുന്ദരിക്കുട്ടി ഒരു കാലത്ത് വലിയ ഇതെത്തും. അപ്പം നമുക്കൊരു അഭിമാനം തോന്നി. നമുക്ക് പരിചയമുള്ള, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, ആ കുറച്ച് സമയം മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും നമ്മളുടെ ഹൃദയത്തിലേക്ക് കയറിയിരുന്ന ഒരു മോൾ എന്നൊരു സന്തോഷം തോന്നി. അപ്പം ആ കുംഭമേളയൊക്കെ കഴിഞ്ഞു, അവളുടെ ജീവിതത്തിൽ അവൾ ഉയരങ്ങളിലേക്ക് പോകുന്നു എന്ന് തോന്നി. വളരെ ഷോക്കിംഗ് ആയിരുന്നു. കേരളത്തിൽ വന്നിട്ട് ഈ പെൺകുട്ടി വിവാഹിതയാകുന്നു, ഇത്തരത്തിലൊരു വിവാഹമാണ് ആ കുട്ടിക്ക് ഉണ്ടാകുന്നത് എന്നത് വന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റും കൂടി ഉണ്ടായിരുന്നു സത്യത്തിൽ എനിക്ക് എന്താണ് ഇവളുടെ ജീവിതത്തിൽ നടന്നത് എന്നതിനെക്കുറിച്ച് അറിയണമെന്ന്. അപ്പോൾ താങ്കൾ പറഞ്ഞ രീതിയിലുള്ള വിവരങ്ങൾ തന്നെയാണ് എനിക്കും കിട്ടിയത്. ആ പെൺകുട്ടിയുടെ അച്ഛൻ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, ഈ പെൺകുട്ടിയെ ട്രാപ്പ് ജിഹാദ്, ആ വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കണം, വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഘടിതമായ ഗൂഢാലോചനാപരമായ ശ്രമമായിരുന്നു ഈ കുട്ടിയെ ഇങ്ങനെ ആക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും വളക്കൂറുള്ള മണ്ണ് കേരളമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അവർ കേരളത്തിലേക്ക് വന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ഇന്ത്യയിൽ കേരളം മാത്രമല്ലല്ലോ, ഈ എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ അവർ തീർച്ചയായും കേരളത്തിലേക്ക് വരുമ്പോൾ ഈ കേരളത്തിൽ വന്നാൽ ഇത് സാധ്യമാകും എന്ന് അവർക്കറിയാം. അങ്ങനെ അവർക്ക് സാധ്യമാക്കി കൊടുക്കാൻ കഴിവുള്ള നേതാക്കന്മാരുടെ നിലവാരത്തിലാണ് ആര് നിൽക്കുന്നത്? ശിവൻകുട്ടിയും ഗോവിന്ദനും റഹീമും ഒക്കെ നിൽക്കുന്നത്. അപ്പം അതാണ് ഇതിന് പുറകിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതാണ് സക്സസ്ഫുൾ കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇതല്ല കേരളം, അല്ലെങ്കിൽ കേരളത്തിൽ ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ഇവരാണ് എന്നിവർ പറയാതെ തന്നെ പൊതുസമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. ഇവരൊരു ആൻറ്റി കേരള സ്റ്റോറി എടുക്കുവാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇതിപ്പോൾ കേരള സ്റ്റോറി 3 സബ്ജക്റ്റ് ആക്കി മാറ്റിയല്ലേ യഥാർത്ഥത്തിൽ ചെയ്തത്? എന്നിട്ട് ഈ കേരള സ്റ്റോറി 3 വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും പറയുക? ഇതൊരു പ്രൊപ്പഗാൻഡയാണ്. ഇതൊരു പ്രൊപ്പഗാൻഡ സൃഷ്ടിച്ച്, അതായത് പ്ലാൻഡ് അജണ്ട ഉണ്ടാക്കി ഇല്ലാത്ത കാര്യങ്ങൾ പൊതുജന സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നൊരു വലിയ ഒരു കരച്ചിൽ നമുക്ക് സമൂഹത്തിൽ എല്ലായിടത്തും കേൾക്കാൻ പറ്റും. ഇപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നാസിക്കിൽ നിന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്ത നമ്മളുടെ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ TCS പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ്. ആ TCSൽ കഴിഞ്ഞ 4 വർഷമായിട്ട് പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഭാരതത്തിൽ എല്ലാ മാധ്യമങ്ങളിലൂടെയും വെളിയിലേക്ക് വരുന്നു. അങ്ങനെ ഒരു പരാതി ആദ്യമായിട്ട് വന്നു. ആ പരാതി പോലീസ് അന്വേഷിച്ചു. പോലീസ് വെറുതെ അന്വേഷിക്കുകയായിരുന്നില്ല ചെയ്തത്. 2 ഉദ്യോഗസ്ഥരെ അവിടുത്തെ ആ BPOയിലെ പിന്നെ ക്ലീനിങ് സ്റ്റാഫ് എന്ന പേരിൽ അവരെ അവിടെ ജോലിക്ക് വിട്ടു. അവർ വഴി അവിടെ വളരെ വിശദമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് 7 അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് 9 FIR രേഖപ്പെടുത്തിയിരിക്കുന്നു. 9 FIR രജിസ്റ്റർ ചെയ്തു, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ആ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് കേരളം അറിഞ്ഞത്, അല്ലെങ്കിൽ ഏതെങ്കിലും ദേശീയ മാധ്യമങ്ങളിലൂടെ. കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഈ വാർത്ത 2-3 ദിവസം മുമ്പ് വന്നതായിട്ട് നമ്മൾ കണ്ടോ? കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇത് വന്നിട്ടില്ല. ഇനി കേരളത്തിൽ ഇങ്ങനെ ഒരു വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ നമ്മളൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ട്രാപ്പ് ജിഹാദ് പോലെ, നാർക്കോട്ടിക് ജിഹാദ് പോലെ ഇപ്പോൾ കോർപ്പറേറ്റ് ജിഹാദും ഇപ്പം ഈ ഭാരതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ഇതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആരാകും? നമ്മൾ വർഗീയവാദികളാകും. നമ്മളല്ലെങ്കിൽ പിന്നെ പിന്തിരിപ്പനാകും, അല്ലെങ്കിൽ പല പല പദങ്ങളുണ്ടല്ലോ നമ്മളെ വിശേഷിപ്പിക്കാൻ. അത്തരത്തിലുള്ള ചില പദങ്ങൾ ഉപയോഗിച്ച് നമ്മളെ അങ്ങ് പാർശ്വവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗം അങ്ങ് നടത്തും. പക്ഷെ നമ്മൾക്ക് ഇത് കണ്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ സ്ഥാനം എവിടെയായിരിക്കും? അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഈ സമൂഹം പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിന് നമ്മൾ ആ തിരിച്ചറിവ് നമ്മൾ സമൂഹത്തിനും കൂടി കൊടുക്കേണ്ടതല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കേസിൽ ഇവരെയും കൂടി പ്രതികളാക്കണം എന്ന് വളരെ നിർബന്ധപൂർവ്വം സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അവരുടെ ഭാഗത്തുനിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് ഇതിലുണ്ടായിട്ടുള്ളത്.
കേരളത്തെ ഒരു അടുത്ത 27-30 വർഷത്തിനകത്ത് വെച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക പ്രാമുഖ്യമുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റിയെടുക്കാനുള്ള പ്രൊജക്റ്റുകൾ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ ജനകീയനായ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദനാണ്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ അംഗങ്ങളാണ് ഈ തരത്തിലുള്ള വിവാഹം നടത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ 2047 കേരളത്തിനെ ഒരു ഇസ്ലാം ഭൂരിപക്ഷ പ്രദേശമാക്കി മാറ്റണം എന്ന തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ പല ഭാഗത്തു നിന്നും വളരെ പരസ്യമായി നമ്മൾ കേട്ടതാണ്. അവലും മലരും കുന്തിരിക്കവും കരുതിക്കോ എന്നുള്ള മുദ്രാവാക്യം വിളിച്ച സമയത്തും അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് ആദ്യം ഉണ്ടായത്. അപ്പം അതിനെതിരെ ഹൈന്ദവ സമൂഹം പ്രതിഷേധമുയർത്തിയപ്പോഴാണ് അതിനെതിരെ അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ ഒക്കെ ഇവിടുത്തെ നിയമ സംവിധാനം പോലും തയ്യാറായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം VS അച്യുതാനന്ദൻ്റെ നിലപാടല്ല, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിന് യാതൊരു വിലയും ഇന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം കാണിക്കുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാലോ. ഇപ്പം നമ്മൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു സാഹചര്യത്തിലല്ലേ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ആരുടെയൊക്കെ വോട്ട് വേണം എന്നതിനെക്കുറിച്ച് അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അതൊക്കെ എന്താണ് കാണിക്കുന്നത്? ഇത് കാണിക്കുന്നത് ഈ നാട്ടിൽ ഈ ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ തീവ്രവാദ നിലപാടുകളോട് അങ്ങേയറ്റം മൃദു സമീപനമാണ് മാർക്സിസ്റ്റ് പാർട്ടി വെച്ചു പുലർത്തുന്നത്. ആ തീവ്രവാദ നിലപാടുകൾക്ക് വെള്ളവും വളവും കൊടുക്കുന്ന നിലപാട് മാർക്സിസ്റ്റ് പാർട്ടി അവസാനിപ്പിക്കണം. അത് ശരിയായ സമീപനമല്ല. അത് തിരിച്ചറിയാതെയാണ് ഈ നേതാക്കന്മാർ ഇത് ചെയ്യും. തിരിച്ചറിയാതെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ്. ആ തിരിച്ചറിയുക എന്നുള്ള പദം ഞാൻ പിൻവലിക്കുന്നു. കാരണം വ്യക്തമായ ബോധ്യത്തോടു കൂടി തങ്ങൾ ചെയ്യുന്നത് എന്താണ്, 16 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ വിവാഹമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന അറിവോടുകൂടി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇത് പിന്നെ എന്തെങ്കിലും മുൻപിൽ ഇരിക്കുന്ന രേഖകൾ പിന്നെ ആ രേഖകൾ ഞങ്ങളുടെ മുൻപിലുള്ളത് യാഥാർത്ഥ്യമായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്ന വാദം. പക്ഷേ ആ പെൺകുട്ടിയുടെ അച്ഛൻ പറയുകയല്ലേ, എൻ്റെ മകൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, അവൾ 16 വയസ്സുകാരിയാണ്, അവളുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതാ എൻ്റെ കയ്യിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഒരു അച്ഛൻ്റെ വികാരത്തിനെ മുഖവിലേക്ക് എടുക്കാൻ അല്ലെങ്കിൽ ആ അച്ഛൻ്റെ വാക്കുകൾ വെച്ച് ഒരു അന്വേഷണം നടത്താൻ അതൊന്നും ആരും തയ്യാറായില്ലല്ലോ. അവരിപ്പോഴും പറയുന്നത് ഞങ്ങളുടെ മുൻപിൽ ഇരിക്കുന്ന ഇതിനെ അനുസരിച്ച് ഞങ്ങൾ ചെയ്തു. അങ്ങനെയെങ്കിൽ തന്നെ ഇതൊക്കെയാണോ ഇവരുടെ ജോലി? ഇൻ്റർ കാസ്റ്റ് മാരേജ് എന്ന രീതിയിൽ ഒരു ഇൻ്റർ റിലീജിയസ് മാരേജ് കൊണ്ടുവന്ന് ഒരു അമ്പലത്തിൽ വെച്ച് നടത്തി അന്ന് തന്നെ ഇവരുടെ ഉന്നതമായ ബന്ധം ഉപയോഗിച്ച് അന്ന് തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പം താങ്കൾ ചോദിച്ചതുപോലെ VS അച്യുതാനന്ദൻ്റെ നിലപാടുകളൊക്കെ പണ്ട്, ഇപ്പം പാർട്ടിയുടെ നിലപാടുകളും നേതാക്കന്മാരുടെ നിലപാടുകളൊന്നും ഇതല്ല. തീവ്രവാദത്തിന് വളം വെച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന നിലപാടുകളുമായിട്ടാണ് ഇപ്പോൾ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് വളരെ ദുഃഖത്തോടു കൂടി പറയേണ്ടി വരും. SDP സഹകരിച്ചുകൊണ്ടാണ് അവർ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പം മുമ്പ് ഈ MESൻ്റെയൊക്കെ ഒരു കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത ഒരേപോലെ കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ഭയങ്കരമായി ട്രിപ്പിൾ തലാഖിനെ ഉൾപ്പെടെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നത്. MV രാഘവനെതിരെയൊക്കെ അന്ന് മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്നു. MV രാഘവൻ്റെ ഓളയും കെട്ടി EMSൻ്റെ മോളയും കെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ അന്ന് ഉയർന്നിരുന്നു. ഇന്ന് SDP അതേ രീതിയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അല്ലെങ്കിൽ പ്രൊജക്റ്റുകൾ മുൻപിൽ വെച്ച് മുന്നോട്ട് നീങ്ങുന്ന ഈ SDP ചേർന്നുകൊണ്ടാണ് ഇടതുപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സത്യത്തിൽ ആ ഇടതുപക്ഷത്തിൻ്റെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ SDP ആണോ? പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യം അങ്ങനെ അല്ല എന്ന് നമുക്ക് പറയാൻ വേറെ നമ്മുടെ മുമ്പിൽ നമ്മളെപ്പോഴും ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അനുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ അനലൈസ് ചെയ്ത് വിശകലനം ചെയ്ത് അങ്ങനെയാണല്ലോ നമ്മളൊരു അനുമാനത്തിലേക്കും നിഗമനത്തിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന അല്ലെങ്കിൽ ഈ ഇലക്ഷന് തൊട്ട് മുമ്പും ഇലക്ഷൻ്റെ സമയത്തും അതിനുശേഷമൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന നിഗമനം താങ്കൾ പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇതേ ആൾക്കാർ തന്നെ ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ ഇലക്ഷൻ കഴിഞ്ഞു തന്ത്രപരമായി തന്നെ ഒരു ടേൺ എടുത്തിരിക്കുകയാണ് ശബരിമലയിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയിരുന്നു. വളരെ തന്ത്രപരമായിട്ട് വേറൊരു ടേൺ എടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പേ എടുത്ത ഒരു തീരുമാനങ്ങളല്ല ഇപ്പം പറഞ്ഞിരിക്കുന്നത്. വേറൊരു രീതിയിലാണ് അവരിതിനെ സമീപിച്ചിരിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് ഹിന്ദു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മറ്റൊരു ഈ ട്രാപ്പ് ജിഹാദിൽപ്പെടുത്തി വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുന്നു. മറുഭാഗത്ത് ഹിന്ദു ആചാരങ്ങളെ മനഃപൂർവ്വം തന്നെ തകിടം മറിക്കുവാനുള്ള ശ്രമം നടക്കുന്നു. ഇത് മറ്റൊരു തരത്തിലേക്കല്ലേ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്?
നമ്മൾ ആ ശബരിമല പ്രക്ഷോഭ കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല ഓരോ സ്ത്രീയെയും ഇങ്ങനെ മലയിലേക്ക് കയറ്റാൻ വേണ്ടി പോലീസ് അകമ്പടിയോടുകൂടി കൊണ്ടുപോയി നമ്മൾ പോലും അറിയാതെ കണ്ണിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ട് ഇല്ലേ? കാരണം നമ്മളെ സംബന്ധിച്ച് ശബരിമലയിൽ കയറണ്ടെന്ന് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. 4 വട്ടം ശബരിമലയിൽ പോയ ആളാണ് ഞാൻ. ഇനി ശബരിമലയിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം നിഷേധിച്ചിട്ടൊന്നുമില്ല. ശബരിമലയിൽ ഏത് സമയത്തും സ്ത്രീകൾക്ക് അതിനൊരു പ്രായപരിധിയാണ് വെച്ചിരിക്കുന്നത്. അപ്പം അതൊരു ആചാരമാണ്, അതൊരു വിശ്വാസമാണ് എന്ന് അതിനെ മാനിക്കാതെ അത് ഹിന്ദു സമൂഹത്തിന് നേരെ ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു അന്ന് മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയത്. അപ്പം പക്ഷേ അതിൽ കൈപൊള്ളി എന്ന് മനസ്സിലായി. കാരണം തൊട്ടടുത്ത ഇലക്ഷൻ കഴിഞ്ഞ സമയത്താണ് മനസ്സിലായത് അത് ശരിയായില്ല, അല്ലെങ്കിൽ അതിൽ കൈപൊള്ളി എന്ന് മനസ്സിലായപ്പോൾ ഇലക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഞങ്ങൾ ഹിന്ദുവിനോടൊപ്പമാണ്, അല്ലെങ്കിൽ ഭൂരിപക്ഷ സമൂഹത്തിനോടൊപ്പം അവരുടെ വികാരങ്ങളെയും കൂടി മാനിക്കുന്നവരാണ് ഞങ്ങൾ എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ കൊണ്ടുവന്നിട്ട് സത്യവാങ്മൂലം മാറ്റിക്കൊടുത്തത്. അതായത് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ തന്ത്രി സമൂഹമാണ്, അവരുടെ അഭിപ്രായങ്ങളും കൂടി ഇതല്ലേ നമ്മൾ എത്രയോ വർഷമായിട്ട് പറയുന്നത്. അന്ന് ഇവരുടെ നിലപാട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പോൾ ആ നിലപാടിൽ ഒരു മലക്കം മറിച്ചിൽ ഉണ്ടാകുന്നത് ആത്മാർത്ഥത കൊണ്ടാണ് എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? അത് ആത്മാർത്ഥത കൊണ്ടല്ല, അത് വോട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പക്ഷേ യഥാർത്ഥത്തിലുള്ള ആത്മാർത്ഥത ആരോടാണ് ഇവർ കാണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള നിലപാടുകളും സമീപനങ്ങളും ഇടപെടലുകളും മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ. അപ്പം അതിനെതിരെയാണ്, അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടത്. അല്ലാതെ ഈ പറയുന്നതും ഇവരുടെ പറച്ചിലും ഇവരുടെ പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം. സത്യത്തിൽ ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുവിനെ അട്ടിമറിക്കുവാനും ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തെ വഞ്ചിക്കുവാനുള്ള ശ്രമങ്ങളാണ് എല്ലാ രീതിയിലും. അപ്പോൾ മൊണാലിസയുടെ വിഷയത്തിലായാലും ശബരിമലയുടെ വിഷയത്തിലായാലും മൊത്തത്തിൽ ഇവരെടുത്തിരിക്കുന്നത് SDPയോട് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇത് ദേശത്തെയും ഹിന്ദു സമൂഹത്തെയും പൊതുവിൽ വഞ്ചിക്കുവാനുള്ളൊരു നിലപാടാണ് എന്ന് പറയാം അല്ലേ? അവരുടെ പോളിറ്റ് ബ്യൂറോയിൽ അവരുടെ ഇതൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഇവർ നടത്തി പുറത്തിറക്കിയിട്ടുള്ള പാസ്സാക്കിയിട്ടുള്ള പ്രമേയങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? അതായത് ഗണപതി ഹോമം നടത്തരുത്, ഇങ്ങനെയൊക്കെ ഒരു ആചാരത്തിനെതിരെ ഇവർക്ക് ഞാൻ എന്നെ ഇപ്പോൾ ഇത് പറയുമ്പോൾ ചിലപ്പോൾ വർഗീയവാദി എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ആചാരങ്ങളോട് ഇവരെപ്പോഴെങ്കിലും മുഖം തിരിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ല, എന്തുകൊണ്ടാണ് ഈ ഹിന്ദു ആചാരങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ ആ സമൂഹത്തിനെതിരെയും ഇവർ വാളും പരിചയം എപ്പോഴും നിൽക്കുന്നത്? ഇവർ സരസ്വതി ദേവിയെ അപമാനിച്ച് ചിത്രം വരച്ചാൽ, ദുർഗാ ഭഗവതിയെ അപമാനിച്ച് ചിത്രം വരച്ചാൽ ഇവരത് അവർ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഇതാണ്. പക്ഷേ മറിച്ച് എന്തെങ്കിലും അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെയും ആചാരങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും നമ്മൾ വ്രണപ്പെടുത്താൻ പാടില്ല. അപ്പം മറ്റുള്ളവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ എന്തിനാണ് നമ്മുടെ തലയ്ക്ക് മോളിൽ കയറിയുന്ന ഈ നൃത്തം ചവിട്ടുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെ എന്തിനാണ് വേദനിപ്പിക്കുന്നത്? ഇവിടെ ചുംബന സമരം നടന്നു, പിന്നെ താലി പൊട്ടിക്കൽ സമരം നടന്നു, ആർത്തവ സമരം നടന്നു. ഇതൊക്കെ പ്രത്യക്ഷമായിട്ട് തന്നെ ആരിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്? ആരുടെ ആചാരങ്ങൾക്ക് പുറത്തേക്കാണ് ഇവർ ഇത് കടന്നു കയറുന്നത്? അതിനുള്ള ലൈസൻസ് ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പം ഇത് സമൂഹം തിരിച്ചറിയേണ്ടതാണ്. സമൂഹം അത് തിരിച്ചറിയുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം മകരവിളക്ക് ഭയങ്കര തമാശയാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നിപ്പ് അങ്ങനെ നിൽക്കാൻ എന്തിനാണ് അദ്ദേഹം അവിടെ പോകുന്നത്? ശബരിമല അയ്യപ്പനെ കാണുന്ന സമയത്ത് ഒന്ന് കൈയെടുത്ത് തൊഴാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല എങ്കിൽ ആ മകരസംക്രാന്തി ദീപം തെളിയുമ്പോൾ അതിനെ ഒന്ന് ഭക്തിപൂർവ്വം പ്രണമിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലെങ്കിൽ എന്ത് പ്രഹസനത്തിനാണ് അദ്ദേഹം അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കുന്നത്? ഇത് നമ്മൾ കാണുന്നതല്ലേ. ഇതേ സമീപനമായിരിക്കുമോ ഇവർ വേറൊരു മതവിഭാഗത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴത്തെ ഇവരുടെ പെരുമാറ്റ രീതികളും കൂടെ നമ്മൾ കാണുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് കാണുമ്പോൾ വേറെ രീതിയിൽ പെരുമാറാൻ അവിടെ സാധിക്കുന്നു, ഇവിടെ വരുമ്പോൾ നമ്മളെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറാൻ ഇവർക്ക് സാധിക്കുന്നു. ഇവരുടെ നിലപാടുകൾ ഒട്ടും ശരിയല്ല. അപ്പോൾ ഇവർ വളരെ ഗൂഢാലോചന നടത്തി വളരെ കൃത്യമായ പ്ലാനോടുകൂടിയാണ് ഇതിവിടെ നടപ്പിലാക്കുന്നത്. ഈ പെൺകുട്ടിയെ കുംഭമേള ഫെയിം
പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇടപെടൽ നടത്തിയതിന് ആ പെൺകുട്ടിയുടെ വിവാഹം, അത് ചൈൽഡ് മാരേജ് ആക്ട് അനുസരിച്ച് അത് ആ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ നേതാക്കന്മാർ. ഈ പോക്സോ, അതായത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് പീഡിപ്പിച്ചിരിക്കുന്നു, അതായത് ബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഗൂഢാലോചനയിലും ഒക്കെ ഇവർക്ക് പങ്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിലെല്ലാമുള്ള ഇവരുടെ പങ്ക് അന്വേഷിക്കണം, അതിന് ഇവർക്ക് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം. അതാണ് എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു സംരക്ഷിത ഭാഗത്തിന് നേരെ നടത്തിയ ഒരു അതിക്രമം തന്നെയാണ് എന്ന് പറയാം. ഒരു ആദിവാസി വിഭാഗത്തിൽ ഉള്ള പെൺകുട്ടിയെ അവളുടെ വിദ്യാഭ്യാസ കുറവ് മുതലെടുത്തുകൊണ്ട്, അവളുടെ പക്വതയെ മുതലെടുത്തുകൊണ്ട് ഇപ്പോൾ നടത്തിയൊരു ഒരു ട്രാപ്പ് ജിഹാദിന് തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷ നല്ല രീതിയിലുള്ള ശിക്ഷ തന്നെ കിട്ടും. മാതൃകാപരമായി അവരെ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്, അല്ലേ? തീർച്ചയായും. കാരണം അത് തന്നെയാണ്. കാരണം തെറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ സമൂഹത്തിന് മുൻപിലൂടെ കൈ കഴുകി പോകാൻ പറ്റില്ല. അത് ചെയ്തതിന് ഉള്ള ശിക്ഷ അത് സമൂഹത്തിനൊരു പാഠമാകണം. കാരണം സാമൂഹ്യ പ്രവർത്തകർക്ക് ഒരു പ്രതിബദ്ധതയുണ്ട്, അത് സമൂഹത്തിനോടാണ്. അവരുടെ സമയം കൊടുത്ത് അവർ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ, ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ഈ സമൂഹത്തിനോട് അവർക്കൊരു കർത്തവ്യമുണ്ട്, കടമയുണ്ട്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനോട് മാത്രമല്ല, അത് ഈ സമൂഹത്തിനോട് മൊത്തമുള്ളതാണ് എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയണം. അല്ലാതെ ആർക്കെങ്കിലും വേണ്ടി, ആരുടെയെങ്കിലും നക്കാപ്പിച്ച വോട്ടിന് വേണ്ടിയൊക്കെ കളിക്കുന്ന രാഷ്ട്രീയം അത് ശരിയല്ല എന്നൊരു തിരിച്ചറിവ് കൂടി ഇവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.